L2. പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ആൻഡ് all are welcome to the digital class of +2 second year political science. Dear students, in this year you have to study 2 textbooks, and the theme of one textbook is contemporary world politics, and these 2 texts contains 9 chapters each. The end of the Second World War marked the beginning of contemporary world politics. സമകാലിക ലോകരാഷ്ട്രീയത്തിൻ്റെ തുടക്കം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒടുക്കത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം USSRൻ്റെയും അതുപോലെ USA ശാക്തികമായ ആവിർഭാവം, ബൈപോളാർ പൊളിറ്റിക്സ്, ഇരു ധ്രുവ ലോകരാഷ്ട്രീയം, അവയ്ക്കിടയിലെ ശീതയുദ്ധം, സോവിയറ്റ് യൂണിയൻ്റെ സ്ഥാപനം, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച, അതിലേക്ക് നയിച്ച ഘടകങ്ങൾ, സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തെ തുടർന്ന് അമേരിക്കയുടെ ഹെജ്മൺ എന്ന സ്ഥാനത്തേക്കുള്ള ഉയർച്ച, അമേരിക്കൻ ഹെജ്മണി അവസാനിക്കുമ്പോൾ ലോകത്തിൻ്റെ ബദൽ അധികാര കേന്ദ്രമായി ആര് കടന്നുവരും എന്നുള്ള ചർച്ച നടത്തുന്ന അധ്യായം, പൊളിറ്റിക്സ് ഓഫ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയം, അവിടുത്തെ ജനാധിപത്യ സ്ഥാപനം, റിലേഷൻ ഓഫ് ഇന്ത്യ വിത്ത് ദാറ്റ് നേഷൻസ്, ആ രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ബന്ധങ്ങൾ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഐക്യരാഷ്ട്രസഭയുടെ പരിഷ്കരണവും അതിനെ സംബന്ധിച്ച ആവശ്യകതകളും, ദെൻ സെക്യൂരിറ്റി ഇൻ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്, സമകാലിക ലോകരാഷ്ട്രീയത്തിലെ സുരക്ഷ എന്ന സങ്കല്പം, സുരക്ഷയുടെ പരമ്പരാഗത സങ്കല്പവും മാനവിക സുരക്ഷയും ആഗോള സുരക്ഷയും ഉൾച്ചേർത്തിരിക്കുന്ന പാരമ്പര്യേതര സങ്കല്പവും, ദെൻ ജിയോ പൊളിറ്റിക്സ്, ഭൂരാഷ്ട്രതന്ത്രം, ഏറ്റവും ഒടുവിൽ ആഗോളവൽക്കരണം വരെ ചർച്ച ചെയ്യുന്നതാണ് കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ് എന്ന രണ്ടാമത്തെ പുസ്തകം. ആൻഡ് ദ ടെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് നൗ ഈസ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ കാലഘട്ടം മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയം എന്ന തീമിനെ വെച്ചുകൊണ്ടുള്ളതാണ് ഒന്നാമത്തെ പുസ്തകം. ഓക്കെ, ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം. നമുക്കറിയാം, അറ്റ് ദ ടൈം ഓഫ് ദ മിഡ് നൈറ്റ് ഓൺ 14th and 15th August 1947 ഇന്ത്യ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ്. 1947 ഓഗസ്റ്റ് മാസം 14-15 അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വതന്ത്രമായി. ആൻഡ് ഓൺ ദാറ്റ് മിഡ് നൈറ്റ് ജവഹർലാൽ നെഹ്റു, the first Prime Minister of India, addressed a special session of the Constituent Assembly. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി തീർന്ന ജവഹർലാൽ നെഹ്റു അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വികാരനിർഭരമായൊരു പ്രസംഗം നടത്തി. ആൻഡ് ദിസ് സ്പീച്ച് ബിക്കെയിം ഫേമസ് ആസ് ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ ഈ പ്രസംഗം വിഖ്യാതമായി മാറുകയും ചെയ്തു. ഓക്കെ, ദെൻ ആസ് വി സ്റ്റഡിഡ് ഇൻ ദ ഹിസ്റ്ററി ക്ലാസ്സസ്, there were several voices in our national movement. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി അഭിപ്രായ ധാരകൾ ഉണ്ടായിരുന്നു, ഡിഫറൻ്റ് ആയിട്ടുള്ള. ബട്ട് there were unanimity and agreement on 2 goals. പ്രധാനമായും 2 ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് എല്ലാ അഭിപ്രായ ധാരയിൽപ്പെട്ടവർക്കിടയിലും ഒരു സമവായം ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വി ഷാൾ റൺ അവർ കൺട്രി ത്രൂ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ ഗവൺമെൻറ്റുകളാലാണ് നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സമവായം എല്ലാവർക്കിടയിലും ഉണ്ടായിരുന്നു. സെക്കൻഡ്ലി, that government would run for the good of the entire society, particularly the socially disadvantaged groups. ആ ഗവൺമെൻറ് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി, ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന കാര്യത്തിലും, പ്രത്യേകിച്ച് സമൂഹത്തിലെ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് ആ ഗവൺമെൻറ് എന്ന കാര്യത്തിലും
എല്ലാ വിഭാഗങ്ങൾക്കിടയിലും പൊതുവായ ഒരു സമവായം ഉണ്ടായിരുന്നു. ഡിയർ സ്റ്റുഡൻസ്, ആൻഡ് ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം ആഗതമായിരിക്കുകയാണ്. ആൻഡ് നൗ ഇറ്റ് ഈസ് എ ടൈം ടു റിയലൈസ് ദ പ്രോമിസ് ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിൻ്റെ ആ വാഗ്ദാനം പാലിക്കപ്പെടാനുള്ള അവസരം ഇതാ സംജാതമായിരിക്കുകയാണ് 1947 ഓഗസ്റ്റ് മാസം 15 എന്ന ഈ സുവർണ ദിനത്തിൽ. ഓക്കെ, ബട്ട് അവർ ഇൻഡിപെൻഡൻസ് ഡേ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനമെന്ന് പറയുന്നത്, യു ഹാവ് ലോട്ട് ഓഫ് ഇമാജിനേഷൻസ്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യദിനം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരുപാട് സങ്കല്പങ്ങൾ കാണും. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനങ്ങളാണ്. ബട്ട് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഡേ ഓഫ് ഇന്ത്യ വാസ് ഡിഫറൻറ്റ്. ദ ഇയർ 1947 വാസ് എ ഇയർ ഓഫ് അൺപ്രീസിഡൻറ്റ് വയലൻസ് ആൻഡ് ട്രോമ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. മുന്നുദാഹരണങ്ങളില്ലാത്ത വലിയ തരത്തിലുള്ള അക്രമങ്ങളും വളരെ ക്രൂരമായ കുടിയൊഴിപ്പിക്കലുകൾക്കും സാക്ഷ്യം വഹിച്ച ഒരു വർഷമായിരുന്നു 1947, 1947 എന്ന് പറയും. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി അതിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത് വളരെ തീക്ഷണമായ വർഗീയ ലഹളകളും കൊലപാതകങ്ങളും അരങ്ങേറുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദിസ് chaotic situation that the new nation started its journey to achieve its objectives. നമ്മുടെ രാജ്യത്തിൻ്റെതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനായി നമ്മുടെ രാജ്യം പ്രയാണം ആരംഭിക്കുന്നത് വളരെ പ്രതിലോമകരമായ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്. The atrocities and the chaos accompanied by independence did not deviate the attention of the sight of our leaders from the multiple challenges that faced our nation. എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ തൊട്ടുപിറകെ വന്ന ആ അക്രമങ്ങളും കുടിയൊഴിപ്പിക്കലുകളും ഒന്നും തന്നെ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. മൾട്ടിപ്പിൾ ചാലഞ്ചസ്, വ്യത്യസ്തമായ വെല്ലുവിളികൾ. 3 challenges. Mainly, independent India faced 3 challenges. പ്രധാനമായും സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ചത് 3 വെല്ലുവിളികളാണ്. And they were: 1, to shape a nation that was united, yet accommodative of the diversity in our society. നമ്മുടെ സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ട് ഒരു ഏകീകൃതമായ രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ച ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. The second challenge was to establish democracy. രണ്ടാമത്തെ വെല്ലുവിളി ജനാധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു. ഡിയർ സ്റ്റുഡൻസ്, 1ാം വർഷത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പുസ്തകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും ആ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസും അതിൻ്റെ ഘടനകളും അതിൻ്റെ അധികാരങ്ങളും എല്ലാം നിങ്ങൾ സവിസ്തരം പഠിച്ചിട്ടുണ്ട്. ആൻഡ് ആസ് യു നോ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇനാക്റ്റഡ് ബൈ എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നമ്മുടെ ഭരണഘടന നിർമ്മിക്കപ്പെട്ടു. ഇറ്റ് വാസ് എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതൊരു ജനാധിപത്യപരമായ ഭരണഘടനയായിരുന്നു എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദാറ്റ് പ്രൊവൈഡഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അത് പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ പ്രദാനം ചെയ്തു, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പ്രദാനം ചെയ്തു. ഓക്കെ, that provided for representative democracy through parliamentary democracy. പാർലമെൻ്ററി ജനാധിപത്യത്തിലൂടെ പ്രാതിനിധ്യ ജനാധിപത്യം അത് വിഭാവന ചെയ്തു. that provided for the mechanism of election commission. നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ നടത്തുവാൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനം ആ ഭരണഘടനയിലൂടെ പ്രദാനം ചെയ്യപ്പെട്ടു. ഭരണഘടനയിൽ
ഒരു ജനാധിപത്യ രാജ്യം സ്ഥാപിക്കുന്നതിനാവശ്യമായ വകുപ്പുകളും സ്ഥാപനങ്ങളുമെല്ലാം വിഭാവന ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ അതുകൊണ്ടായോ ഭരണഘടനയിൽ ജനാധിപത്യ വകുപ്പുകൾ ഉൾച്ചേർത്തതുകൊണ്ട് രാജ്യം ജനാധിപത്യപരമാകുമോ? നോ. വെല്ലുവിളി എന്തായിരുന്നു? ടു എസ്റ്റാബ്ലിഷ് പ്രാക്ടീസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദാറ്റ് ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ജനാധിപത്യ ഭരണഘടനയിലെ ജനാധിപത്യ വകുപ്പുകൾക്ക് അനുസൃതമായിട്ടുള്ള ശീലങ്ങൾ, രീതികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ വെല്ലുവിളി. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യം സ്ഥാപിക്കുക എന്ന വെല്ലുവിളി. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ആൻഡ് ദ തേർഡ് ചലഞ്ച് ദാറ്റ് വാസ് ടു എൻഷുർ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽബീയിങ് ഓഫ് ദ എൻറ്റയർ സൊസൈറ്റി. സമൂഹത്തിലെ സമസ്ത വിഭാഗങ്ങൾക്കും സാമ്പത്തിക വികസനവും അവർക്ക് വെൽബീയിങ്ങും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. വൺസ് അഗെയിൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ലേഡ് ഡൗൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി ആൻഡ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടു ദ സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ്, religious and cultural communities. And also the constitution declared welfare goals through directive principles of state policy. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന സമത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചു. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്തു. മത സാംസ്കാരിക സമൂഹങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം ഉറപ്പു നൽകി. മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെ ഒരു ക്ഷേമരാഷ്ട്രത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടു. ഓക്കെ, വീണ്ടും ഭരണഘടനയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം അവ പൂർത്തീകരിക്കപ്പെടുമോ? ഇല്ല. സോ ദ ചലഞ്ച് വാസ് ടു ഇവോൾവ് എഫക്റ്റീവ് പോളിസീസ് ഫോർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി. നമ്മുടെ രാജ്യത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഭരണഘടന നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക വികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സാധ്യമാക്കുവാൻ ഊത്തക്കുന്ന കാര്യക്ഷമമായ നയങ്ങൾ രൂപീകരിക്കുക എന്ന വെല്ലുവിളിയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഏറ്റെടുക്കുവാൻ ഉണ്ടായിരുന്നത്. ദസ് ത്രീ ചാലഞ്ചസ്: ഒരു ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുക, ജനാധിപത്യം സ്ഥാപിക്കുക, സമൂഹത്തിലെ സമസ്ത വിഭാഗങ്ങൾക്കും സാമ്പത്തിക വികസനവും ക്ഷേമവും ഉറപ്പുവരുത്തുക. ഓക്കെ, ടു ക്വസ്റ്റ്യൻസ്. ഹൗ ഡിഡ് ദ കൺട്രി റെസ്പോണ്ട് ടു ദീസ് ചാലഞ്ചസ്? ഈ വെല്ലുവിളികളോട് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം എങ്ങനെയാണ് പ്രതികരിച്ചത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡിഡ് ഇന്ത്യ സക്സീഡ് ഇൻ അച്ചീവിംഗ് ദ ഗോൾസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടന മുന്നോട്ട് വച്ച ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ നമ്മുടെ രാജ്യം എത്രത്തോളം വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്? ചെറിയ ചോദ്യങ്ങളല്ല, ദീസ് ആർ ബിഗ് ക്വസ്റ്റ്യൻസ്. ഡിയർ സ്റ്റുഡൻസ്, ദ സിലബി ആൻഡ് ദ ടെക്സ്റ്റ് ടൈറ്റിൽഡ് ആസ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് പ്രിപ്പയർഡ് ബൈ ദ NCERT explains the politics in India from our freedom to contemporary politics. നമ്മുടെ സ്വാതന്ത്ര്യം മുതൽ സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയം വരെയുള്ള നമ്മുടെ ഇന്ത്യയിലെ ആ രാഷ്ട്രീയ ചരിത്രം ഈ പുസ്തകം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു. The 9 chapters: challenges of nation building, era of one party dominance, politics of planned economic development, India's external relations, challenges to the restoration of the Congress system, the crisis of democratic order, rise of popular movements, regional aspirations, and recent developments in Indian politics. All these chapters attempts to give an answer to these big questions. ഈ രണ്ട് വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാനുള്ള പരിശ്രമമാണ് ഈ 9 അധ്യായങ്ങളിലൂടെ നടത്തിയിരിക്കുന്നത്. And a study of these 9 chapters
will equip you to develop answers to these big questions. പൊളിറ്റിക്കൽ സയൻസിൻ്റെ വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ 9 അധ്യായങ്ങളിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ ഉന്നയിച്ച ആ 2 വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ നിങ്ങൾ പ്രാപ്തരായി മാറുക തന്നെ ചെയ്യും. We begin from the first chapter, challenges of nation building. രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ. Dear students, there were several challenges and difficulties involved in the first challenge of shaping a unified nation. ഒരു ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുക എന്ന ആദ്യത്തെ വെല്ലുവിളിയിൽ തന്നെ അനവധിയായ മറ്റ് വെല്ലുവിളികളും പ്രതിസന്ധികളും അടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ചാപ്റ്റർ ചലഞ്ചസ് ഓഫ് നേഷൻ ബിൽഡിംഗ്, രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. Thus, the first challenge was to shape a unified nation, yet accommodative of the diversity in our society. നമ്മുടെ സമൂഹത്തിലെ വൈവിധ്യങ്ങളെല്ലാം ഉൾച്ചേർത്തുകൊണ്ട് ഒരു ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുക എന്നതായിരുന്നു സ്വതന്ത്ര ഇന്ത്യ അഭിമുഖീകരിച്ച ഒന്നാമത്തെ വെല്ലുവിളി. ഓക്കെ, ഇന്ത്യ വാസ് എ ലാൻഡ് ഓഫ് കോണ്ടിനെൻ്റൽ സൈസ് ആൻഡ് ഡൈവേഴ്സിറ്റി. ഒരു ഭൂഖണ്ഡത്തിന് സമാനമായ വലിപ്പവും വൈവിധ്യങ്ങളുമുള്ള ഒരു പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ പീപ്പിൾ സ്പോക്ക് ഡിഫറെൻ്റ് ലാംഗ്വേജസ് ആൻഡ് ദേ ഫോളോവഡ് ഡിഫറെൻ്റ് കൾച്ചേഴ്സ് ആൻഡ് റിലീജിയൻസ്. ഈ മണ്ണിലെ ജനങ്ങൾ വ്യത്യസ്തങ്ങളായ നിരവധിയായ ഭാഷകൾ സംസാരിക്കുന്നവരാണ്. അവർ വ്യത്യസ്തമായ സംസ്കാരങ്ങളും മതങ്ങളും വിശ്വസിക്കുന്നവരാണ്. അത്തരത്തിലുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട്, പ്രദേശങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ഏകീകൃത രാഷ്ട്രം രൂപീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നു. There were 3 other major challenges involved in this. ഒരു ഏകീകൃത രാഷ്ട്ര നിർമ്മാണത്തിൽ പ്രധാനമായും മറ്റ് 3 വെല്ലുവിളികൾ കൂടി അടങ്ങിയിരുന്നു. 1. പാർട്ടീഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. വിഭജനം, കുടിയൊഴിപ്പിക്കൽ, പുനരധിവാസം. സെക്കൻഡ്ലി, ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ആൻഡ് തേർഡ് വൺ, റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഓക്കെ, ലെറ്റ് വി ബിഗിൻ ഫ്രം ദ ഫസ്റ്റ് ചാലഞ്ച് ഇൻവോൾവ്ഡ് ഇൻ ദ ചാലഞ്ച് ഓഫ് നേഷൻ ബിൽഡിംഗ്. രാഷ്ട്രനിർമ്മാണത്തിൽ അടങ്ങിയിരുന്ന ഒന്നാമത്തെ വെല്ലുവിളിയിലേക്കാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പ്രധാനമായും കടന്നു പോകുന്നത്. ദാറ്റ് വാസ് പാർട്ടീഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ. ഡിയർ സ്റ്റുഡൻസ്, ആസ് വി നോ, India became independent through a process of partition of British India. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തിലൂടെയാണ് ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമായി തീർന്നത്. 2 nations were created, ഇന്ത്യയും പാകിസ്ഥാനും. ആൻഡ് ദാറ്റ് വാസ് ദ റിസൾട്ട് ഓഫ് ദ തിയറി അഡ്വാൻസ്ഡ് ബൈ മുസ്ലിം ലീഗ് നോൺ ആസ് 2 nation തിയറി. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്രവാദം, 2 രാഷ്ട്രം, ദ്വിരാഷ്ട്രവാദം എന്ന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യ 2ആയി വിഭജിക്കപ്പെട്ടത്. വാട്ട് വാസ് ദാറ്റ് തിയറി? ആ തിയറി എന്തായിരുന്നു? മുസ്ലിം ലീഗ് ഹെൽഡ് ദാറ്റ് ഇന്ത്യ ഈസ് നോട്ട് 1 but 2 people, ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഇന്ത്യ ഒരു ജനതയല്ല, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ അടങ്ങുന്ന 2 ജനത ചേരുന്നതാണ് ഇന്ത്യ. ഓക്കെ, ദെയർ ലിറ്ററേച്ചർ, ദെയർ സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ആർ ഡിഫറെൻറ്റ്. അവരുടെ ആചാരങ്ങളും സാമൂഹിക രീതികളും സാഹിത്യവും എല്ലാം വ്യത്യസ്തമാണ്. ഹെൻസ് ദേ കനോട്ട് ലിവ് ടുഗദർ. അതുകൊണ്ട് ഈ 2 വിഭാഗങ്ങൾക്കും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ദേ ഡിമാൻഡഡ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ് കോൾഡ് പാകിസ്ഥാൻ ഫോർ ദ മുസ്ലിംസ്. ഈ വാദഗതി ഉന്നയിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ്റെ പ്രത്യേക രാഷ്ട്രം വേണം എന്ന വാദഗതി മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. It was opposed by Indian National Congress, but unfortunately, some political developments of 1940s, the competition of power between Muslim League and Indian National Congress, and the role played by the Britishers finally led to the partition of our country.
1940 ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളും കോൺഗ്രസും മുസ്ലിം ലീഗിനിടയിലുണ്ടായ അധികാര തർക്കങ്ങളും ബ്രിട്ടീഷുകാരൻ്റെ പങ്കാളിത്തവും എല്ലാം കൂടി ചേർന്നപ്പോൾ നമ്മുടെ രാജ്യം 2 രാജ്യങ്ങളായി വെട്ടിമുറിക്കപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് പാർട്ടീഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റിലീജിയസ് മെജോറിറ്റി. മതപരമായ ഭൂരിപക്ഷം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുവാൻ തീരുമാനിച്ചു. ഇറ്റ് മീൻസ് the areas where Muslims were in majority would make up the territory of Pakistan and the rest will stay with India. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ചേർന്ന് പാകിസ്ഥാൻ രൂപീകരിക്കണം, മറ്റ് പ്രദേശങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കണം എന്നതായിരുന്നു ഐഡിയ. ഇറ്റ് സീംസ് വെരി സിമ്പിൾ. നമുക്ക് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായി തോന്നും. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശം ചേർത്ത് പാകിസ്ഥാനും ബാക്കിയുള്ള പ്രദേശങ്ങളും ചേർത്ത് ഇന്ത്യയും. ബട്ട് ദെയർ വെയർ 4 മേജർ ഡിഫിക്കൽട്ടീസ്. അതിൽ പ്രധാനമായും 4 വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ദെയർ വാസ് നോ സിംഗിൾ ബെൽറ്റ് ഓഫ് മുസ്ലിം മെജോറിറ്റി ഏരിയാസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യക്കകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏകമേഖല ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളെല്ലാം കൂടെ ഒരു ഭാഗത്ത്, അത് കഴിഞ്ഞ് ഹിന്ദുക്കൾ, അത് കഴിഞ്ഞ് സിഖുകാർ, അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? അല്ല. ഇൻ അവർ സോഷ്യൽ ലൈഫ് ദാറ്റ് വാസ് എ മിക്സഡ് വൺ. ഇടകലർന്ന് ജീവിക്കുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദെയർ വെയർ 2 മെയിൻ കോൺസെൻട്രേഷൻ ഓഫ് മുസ്ലിം മെജോറിറ്റി ഏരിയാസ്. എന്നാൽ അതേസമയം ഇന്ത്യയിൽ പ്രധാനമായും മുസ്ലിങ്ങളുടെ ഭൂരിപക്ഷമുള്ള 2 മേഖലകൾ ഉണ്ടായിരുന്നു. One was in the northwest and another was in the east. ഈസ്റ്റിലും നോർത്ത് വെസ്റ്റിലുമായിട്ട് 2 മേഖലകളിൽ മുസ്ലിങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ദസ് ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് ദ ന്യൂലി ക്രിയേറ്റഡ് നേഷൻ പാകിസ്ഥാൻ വുഡ് ഹാവ് 2 parts, one in the northwest and other one in the east. അതുകൊണ്ട് തന്നെ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമായി 2 പ്രദേശങ്ങൾ ഉണ്ടാകും എന്ന് നിശ്ചയിക്കപ്പെട്ടു. വെസ്റ്റ് പാകിസ്ഥാൻ ആൻഡ് ഈസ്റ്റ് പാകിസ്ഥാൻ. ഓക്കെ, ആൻഡ് ബിറ്റ്വീൻ ദ 2 parts there is a large area of Indian territory, about 1500 kilometers. 1500ഓളം കിലോമീറ്റർ വരുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇതിനിടയിൽ ഉണ്ടാകും എന്നുള്ളതും നിശ്ചയിക്കപ്പെട്ടു. Okay. The second difficulty felt in the partition was that all the Muslim majority areas never want to be the part of Pakistan. എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളും പാകിസ്ഥാന്റെ ഭാഗമാകാൻ ആഗ്രഹിച്ചില്ല. That was a second difficulty. Especially the northwest frontier provinces. See this? ഈ മേഖല, there was an undisputed leader, Khan Abdul Ghaffar Khan, known as the Frontier Gandhi. അതിർത്തി ഗാന്ധി എന്ന് വിളിക്കപ്പെട്ട ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അടക്കമുള്ളവർ, they did not believe and accept the 2 nation theory. നിരാഷ്ട്രവാദത്തെ ഇവർ അംഗീകരിച്ചില്ല. പാകിസ്ഥാനിൽ ചേരാൻ അവർ ആഗ്രഹിച്ചില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫൈനലി that region was also merged to Pakistan. എന്നാൽ ഒടുവിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ്റെയൊക്കെ എതിർപ്പുകൾ അവഗണിക്കപ്പെടുകയും ആ പ്രദേശവും പാകിസ്ഥാൻ്റെ ഭാഗമായി മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ദ തേർഡ് ഡിഫിക്കൽറ്റി വാസ് ദ പ്രോബ്ലം ഓഫ് ബംഗാൾ ആൻഡ് പഞ്ചാബ് പ്രോവിൻസസ്. ആസ് വി നോ, ബംഗാൾ ആൻഡ് പഞ്ചാബ് വെയർ മുസ്ലിം മെജോറിറ്റി പ്രോവിൻസസ്. ബംഗാളും പഞ്ചാബും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രവിശ്യകളായിരുന്നു. ബട്ട് ദെയർ വെയർ large areas wherein which non-Muslims were in majority. എന്നാൽ ഈ ബംഗാളിനും പഞ്ചാബിനും അകത്ത് തന്നെ അമുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള നിരവധി ഏരിയകൾ ഉണ്ടായിരുന്നു. Then we cannot give this area totally to Pakistan. അപ്പോൾ ബംഗാളിനെയും പഞ്ചാബിനെയും പൂർണ്ണമായി പാകിസ്ഥാൻ നൽകാൻ കഴിയുമോ? No. That demand the bifurcation of Bengal and Punjab again on the basis of religious majority on district level or to the lower level.
അപ്പോൾ വീണ്ടും മതപരമായ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബംഗാളിനെയും ഈ പഞ്ചാബിനെയും ജില്ലാ തലത്തിലോ അതിലും താഴ്ന്ന തലത്തിലേക്കോ ഡിവൈഡ് ചെയ്യേണ്ടത് അനിവാര്യമായി തീർന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഓൺ ദ ഡേ ഓഫ് ഓഗസ്റ്റ് 14-15 ഇറ്റ് സെൽഫ്. എന്നാൽ 1947 ഓഗസ്റ്റ് മാസം 14 അല്ലെങ്കിൽ 15-ാം തീയതി തന്നെ ആ ബൈഫർക്കേഷൻ സാധ്യമായിരുന്നോ? അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിയർ സ്റ്റുഡൻസ്, there were lakhs of people who were not aware of the fact that whether they belonged to India or Pakistan on the day of our first independence. നമ്മുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ തങ്ങൾ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ ഉൾപ്പെടുക എന്നറിഞ്ഞുകൂടാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. Okay, and the fourth difficulty in the partition of India was the problem of minorities on both sides of the border. നമുക്കറിയാം, ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചു. റാഡ്ക്ലിഫ് ലൈൻ അതിർത്തിയായി നിശ്ചയിക്കപ്പെട്ടു. അതൊക്കെ നിങ്ങൾ ചരിത്ര ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇരുഭാഗത്തുമുള്ള വിഭാഗങ്ങൾ മത അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങളായി തീർന്നു. ഓക്കെ, ദ മുസ്ലിംസ് ഇൻ ദ ഇന്ത്യൻ സൈഡ് ഓഫ് പഞ്ചാബ്, ബംഗാൾ ആൻഡ് ഇൻ ദ സറൗണ്ടിങ്സ് ഓഫ് ഡൽഹി became minorities and they were really trapped. Likewise, the Hindus and Sikhs in the Pakistan area were also truly trapped. ഇന്ത്യൻ ഭൂപ്രദേശത്തിൽ ഉൾപ്പെട്ട പഞ്ചാബ്, ബംഗാൾ, അതുപോലെ ഡൽഹിയുടെ ചുറ്റുപാടുമുള്ള മുസ്ലിങ്ങൾ അവർ കെണിയിലകപ്പെട്ടു. അതുപോലെ തന്നെ പാകിസ്ഥാനായി വിഭാവനം ചെയ്യപ്പെട്ട പ്രദേശത്തുള്ള ഹിന്ദുക്കളും സിഖുകാരും അവരും കെണിയിലകപ്പെട്ടു. They painfully realized that they are becoming undesirable aliens in their home. ജനിച്ചു വളർന്ന മണ്ണിൽ അതിർത്തിയുടെ ഇരുവശത്തും ആ ജനങ്ങൾ അൺഡിസൈറബിൾ ഏലിയൻസ്, അവിടെ ആവശ്യമില്ലാത്ത വിദേശികളായി തങ്ങൾ പരിഗണിക്കപ്പെടുന്നു എന്ന് അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ വേദനയോടെ മനസ്സിലാക്കി. ആൻഡ് ദീസ് മൈനോറിറ്റീസ് ബിക്കെയിം ഈസി ടാർഗറ്റ്സ് ഓഫ് അറ്റാക്ക്. ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായി ഇവർ മാറുകയും ചെയ്തു. They were forced to abandon their homes, leave their homes without any mercy. യാതൊരു ദയയുമില്ലാതെ ഇരു ഭാഗത്തെയും ന്യൂനപക്ഷങ്ങൾ അവിടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടു. ഓക്കെ, ആൻഡ് there was no plan to handle this situation. ഇത്തരത്തിലൊരു സാഹചര്യം മുൻകൂട്ടി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുവാനോ അത് നേരിടാനൊരു പദ്ധതിയോ ആരുടെയും കൈവശമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ദ മൈനോറിറ്റീസ് were compelled to leave their home and that was often in a few minutes or few hours notice. വലിയ സാവകാശങ്ങളൊന്നും കൊടുക്കുന്നില്ല, കേവലം മണിക്കൂറുകളുടെ നോട്ടീസ് കൊടുത്തുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങൾ ഇരുഭാഗത്തു നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനി നമുക്ക് കടന്നു പോകേണ്ടത് പാർട്ടീഷൻ്റെ കോൺസിക്വൻസസ്, വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നൗ an assignment for you. What were the three major challenges that independent India had faced? Okay, അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.